അപ്പൊ നമ്മുടെ ചെടിയെ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള കുരുടിപ്പിനുള്ള പ്രശ്നത്തിനുള്ള പരിഹാരം കാണാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പൊ ദേ കണ്ടോ, ഇത് മുളകിന്റെ ഇല അടിയിലേക്കായിട്ട് തണ്ടൊക്കെ നീണ്ടിട്ടായിരിക്കണേ. അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ കുരുടിപ്പ് എന്താണ്? ഇനിയിപ്പോ ഇലകൾ മേലേക്കാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണ്? അപ്പൊ ഈ കുരുടിപ്പ് നമുക്ക് എങ്ങനെയാണ് കണ്ട് മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും പിയർസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുളകിന്റെ ഇല കുരുടിപ്പ്, അതുപോലെ തക്കാളിയുടെ ഇല കുരുടിപ്പ് മാത്രമല്ല കേട്ടോ. ആദ്യമേ ഞാൻ പറയാം, നമുക്കും ഇതേപോലെ കുരുടിപ്പ് വന്നിട്ടുണ്ട്. കുരുടിപ്പ് മാറി അതിൽ പൂത്ത് കായ്ച്ചു നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അപ്പൊ ചെയ്ത് സക്സസ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. കണ്ടു, ഇതേ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യമേ ഞാൻ പറയട്ടെ, പല രീതിയിലുള്ള കുരുടിപ്പുണ്ട്. അപ്പൊ നമുക്കുണ്ടായ കുരുടിപ്പ് എന്ന് പറയുന്നത് കണ്ടു, ഇലകള് അടിയിലോട്ട് വളഞ്ഞു നിന്ന് ഇതിന്റെ ഇലകളുടെ തണ്ടൊക്കെ നീണ്ട് എലിവാല് പോലെ എന്ന് പറയും നമ്മൾ. കണ്ടു, സാധാരണ നമ്മുടെ പച്ചമുളകിന്റെ ഇല പോലെയല്ല അത് നിൽക്കുന്നത്. കണ്ടു, ഇതിന്റെ തണ്ട് ഇങ്ങനെ നീണ്ട് ഇതിന്റെ നോക്കൂ, ഈ ഒരു കുരുടിപ്പ് എങ്ങനെയാന്ന് കണ്ടു, ഇലകള് അടിയിലോട്ട് വളഞ്ഞിട്ടുള്ള കുരുടിപ്പാണ്. അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ പറിച്ചു നോക്കിയാൽ ഇതിന്റെ അടിയിലൊക്കെ ഇത് കീടങ്ങൾ വന്നിരുന്ന് നീരൂറ്റി കുടിച്ചിട്ടുണ്ട്. അപ്പൊ 3 രീതിയിലാണ് നമുക്ക് കുരുടിപ്പ് വരിക. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ ചെടിക്ക് ഏതിന്റെ അറ്റാക്കാണ്, അതായത് 3 രീതിയിൽ കുരുടിപ്പ് വരും. അപ്പൊ അത് ഏതുകൊണ്ടാണ് എന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾ അത് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്കം. പലരും പറയുന്നത് എനിക്ക് കുരുടിപ്പ് വന്നു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു മാറുന്നില്ല എന്ന്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ പറയണത്. ഇപ്പൊ ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്കെങ്കിൽ ഞാൻ പറയുന്ന ആ റെമഡി വളരെ നല്ലതാണ്. അതായത് ഇതുപോലെ എലിവാല എന്ന് പറയും നമ്മൾ. ഈ ഇല കണ്ടു, തണ്ട് ഇത്രയും നീണ്ട് ഈ ഇലകള് അടിയിലോട്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു അസുഖമാണ് നിങ്ങൾക്കെങ്കിൽ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇനി അല്ല, ചിലവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇല മേലോട്ടാണ് ഇങ്ങനെ വളഞ്ഞ് ചുരുണ്ട് നിൽക്കുക. ഇല മേലോട്ട് ചുരുണ്ട് നിൽക്കും, ഇതേപോലെ നീളമൊന്നും ഉണ്ടാവില്ല. അതും ഒരു കുരുടിപ്പിന് കാരണമാണ്. അതല്ലാതെ അത് ഇതിന് ഇലകൾക്കൊന്നും വേറെ പ്രശ്നമില്ല. ഇലകളൊക്കെ വളരെ കുഞ്ഞായി മാറി ചെറുതായി വരിക, മഞ്ഞളിപ്പൊക്കെ വരിക, അത് വേറെ തരം കുരുടിപ്പാണ്. അപ്പൊ 3 രീതിയിലെ കീടാക്രമണം മൂലം കുരുടിപ്പ് വരും. അതിപ്പോ നമ്മുടെ മുളകിനായിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ തക്കാളി ചെടിക്കായിക്കോട്ടെ, തക്കാളിക്കാണെങ്കിലും മുളകിനാണെങ്കിലും ഇതിന് വരുന്നത് ലീഫ് കേൾ വൈറസ് മൂലം ഉണ്ടാവും. അതെല്ലാം നമ്മൾ എന്തെങ്കിലും മൂലകങ്ങളൊക്കെ കൊടുക്കാതിരിക്കുന്നത് മൂലമുണ്ട്. അപ്പൊ എന്റെ മുളകിന് ഞാൻ ചെയ്ത കാര്യം ആദ്യം പറയാം, അതിനുശേഷം ഇത് വിശദമായിട്ട് പറയാം. കാരണം ഒരുപാട് പേർക്ക് ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ ഞാൻ ഈ കാര്യം പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ മുളകിന് ഇങ്ങനെ കണ്ട വശം ഞാൻ ആദ്യം ചെയ്ത എന്താന്ന് വെച്ചാല്, ഇതിന്റെ അടിയിലോട്ടൊക്കെ നല്ല രീതിക്ക് തന്നെ വെള്ളം അങ്ങ് സ്പ്രേ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതൊക്കെ അറിയുന്ന മേഡത്തിന്റെ മുളകിന് ഇങ്ങനെയൊക്കെ വന്നില്ലേ എന്നുള്ളത് അല്ലെ. സ്വാഭാവികമാണ്. കാരണം എനിക്ക് പനിയായിട്ട് 2 ആഴ്ച ഞാൻ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ കണ്ണിന് പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ മുളകൊക്കെ ഇങ്ങനെയായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല്, നല്ല രീതിക്ക് തന്നെ അതിന്റെ അടിയിലൊക്കെ നന്നായിട്ട് വെള്ളം അടിച്ചു കൊടുത്തു. അപ്പൊ അടിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ ഞാൻ ചെയ്തെന്താന്ന് വെച്ചാല്, 1 ലിറ്റർ വെള്ളം എടുത്തു. അതിലോട്ട് നമ്മുടെ വിമ്മ് ജെല്ലുണ്ട്, എല്ലാവരുടെ അടുത്തുള്ളതാണ് ഇത്. 1 ഡ്രോപ്പ് അങ്ങ് ഒഴിച്ച് നല്ല രീതിക്ക് അങ്ങ് കലക്കി, നല്ല രീതിക്ക് പത വരുന്ന പോലെ കലക്കിയതിന് ശേഷം നമ്മള് ഇതിന്റെ ഇലകളൊക്കെ കഴുകി കിടക്കുന്ന പോലെ അങ്ങ് ഞാൻ ചെയ്തു. അപ്പൊ അതിന്റെ ഇലകളൊക്കെ നല്ല രീതിക്ക് തന്നെ നമ്മളിങ്ങനെ കഴുകി കൊടുക്കുന്ന പോലെ 1 ലിറ്റർ വെള്ളത്തില് വിമ്മ് ജെല്ലൊഴിച്ച് ആദ്യം നമ്മള് വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത ശേഷം എല്ലാ ഇലകളും ഇങ്ങനെ കഴുകി കൊടുക്കുന്ന പോലെ ചെയ്തു. പിന്നെ അടിയിലൊക്കെ കേടുള്ള ഇലകളൊക്കെ നമ്മള് കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് ഇവിടെ ഇടാൻ പാടില്ല, നശിപ്പിച്ച് കളയണം. അതിനുശേഷം നമ്മള് മേലെ കൂടിയും കീഴേ കൂടിയും ഒക്കെ നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മള് 2-3 ദിവസം വെയിറ്റ് ചെയ്തു. 2-3 ദിവസം വെയിറ്റ് ചെയ്തപ്പോ അതിന് ചെറിയ ഉഷാറും കാര്യങ്ങളൊക്കെ വന്നു. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാല്, ബിവേറി ഉണ്ടല്ലോ, ബിവേറിയും വെട്ടിസീലിയും അതുപോലെ സ്യൂഡോമോണസും കൂടെ മിക്സ് ആയിട്ടുണ്ട്. 3ഉം കൂടെ ഒന്നിച്ചിപ്പോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്നതാണ്. അത് 3ഉം കൂടെ ഒന്നിച്ചുള്ള നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്ത് 20 ഗ്രാം എടുത്തായിരുന്നു. ഉള്ളിൽ ശർക്കര ഇട്ട് നമ്മൾ കുറച്ചു നേരം വെച്ച് അത് നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു. അപ്പൊ ഈ ബിവേറിയും വെട്ടിസീലിയും സ്യൂഡോമോണസും 3ഉം കൂടെ കൊടുത്തപ്പോ
അതിന് നല്ലൊരു ഉഷാറും വളർച്ചയൊക്കെ ഉണ്ടായി. പിന്നെ നമ്മളുടെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടിയിട്ടുള്ള ആ ഒരു പെട്ടെന്ന് നല്ല ഉഷാറ് കിട്ടുന്ന ഒരു ബൂസ്റ്റ് ഉണ്ടല്ലോ, ആ പച്ച കളറുള്ള പൊടി, അതന്നെ അതും കൂടെ കൊടുത്തപ്പോ ഇതില് ധാരാളം പൂക്കളൊക്കെ ഉണ്ടായി. പൂക്കൾ ഉണ്ടാവുക മാത്രല്ല, ഇനിയിപ്പോ പൂക്കൾ ഉണ്ടായി മുളക് ഉണ്ടായ ശേഷം നിങ്ങൾക്ക് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇരുന്നത്. പൂക്കൾ ഉണ്ടായി, മുളകുണ്ടായി. അപ്പൊ അടിയിലത്തെ ഇലകളൊക്കെ നമ്മൾ കളയാതിരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മുളകിന് ഇതുപോലെ ഇലകൾ അടിയിലോട്ട് വന്നിട്ട് തണ്ട് നീണ്ട് ഇങ്ങനെയുള്ള ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ മാത്രം, അപ്പൊ അതിന് എന്തായിരുന്നു വെച്ചാൽ ഇതിന്റെ അടിയിലത്തെ ഇവിടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഹരിതകമൊക്കെ തിന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഇനിയിപ്പോ അതല്ല, നിങ്ങളുടെ ചെടി മൊത്തം ഇങ്ങനെ കുരുടിച്ച് നിൽക്കുകയാണ് എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളീച്ച ഉണ്ടാവും. അപ്പൊ വെള്ളീച്ച പോവാനായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ശക്തിയായിട്ട് വെള്ളം അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വിമ്മിന്റെ ഈ സൂത്രം ഇത് ചെയ്യാൻ വളരെ നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം വെള്ളീച്ച പോവില്ല. പക്ഷെ വെള്ളീച്ച പോകാനായിട്ട് നമ്മുടെ മുന്നേ ഒരു വീഡിയോയില് നമ്മൾ പപ്പായയുടെ ഇലയുടെ ഒരു സംഭവം പറഞ്ഞായിരുന്നല്ലോ അല്ലെ. ആ പപ്പായയുടെ ഇല എടുത്ത് നമ്മൾ ഇട്ട് വെച്ച് ഒരു ദിവസത്തിന് ശേഷം കാണാത്തവര് ഒന്ന് പോയി കാണണം കേട്ടോ. നല്ല അടിപൊളി ടിപ്പാണത്. പപ്പായയുടെ ഇല ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അതില് വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മള് അത് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ അത് നമ്മൾ ഇതേപോലെ നല്ല രീതിക്ക്, അത് മുളകിന് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല രീതിക്ക് നിങ്ങൾ അത് കൊടുത്തു കഴിഞ്ഞാല് ഈ വെള്ളീച്ച മൂലമാണ് നിങ്ങളുടെ മുളകിന് കുരുടിപ്പ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് സഹായിക്കും. ഇപ്പൊ തക്കാളി ആണെങ്കിലും ഇപ്പൊ നമ്മുടെ തക്കാളിക്കും അത് ഇതേപോലെ കുരുടിപ്പ് വന്നത് വെള്ളീച്ച മൂലമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറുന്നതായിരിക്കും കേട്ടോ. അപ്പൊ രണ്ടാമത്തെ കാരണം കുരുടിപ്പിന്റെ കാരണം, ഒന്നാമത്തെ വെള്ളീച്ച, പിന്നെ നീരൂറ്റി കുടിക്കണത്, പിന്നെ ഇതിന്റെ അടിയിൽ വേറെ ഒരു പാൻ പോലത്തെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ പയറിലുള്ള മുഞ്ഞ പോലെ തന്നെ ഈ മുളകിനൊക്കെ ഒരു മുഞ്ഞയുടെ ഒരു ഉപദ്രവം, അതായത് ഒരു പാൻ പോലത്തെ ഒരു സംഭവം വരും. അതിന്റെ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഏറ്റവും ഫസ്റ്റ് എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇതാണ്, വെള്ളം അടിച്ചു കൊടുക്കുക. പിന്നീട് നിങ്ങൾ വിം ജെല്ല് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് കഴുകി കളയണ പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നീം ഓയിലാണ് കൊടുക്കേണ്ടത്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, അതായത് 1 ലിറ്റർ വെള്ളം എടുക്കുക. അതിൽ സോപ്പധിഷ്ഠിതമായ എന്തെങ്കിലും അല്ലെങ്കിൽ വിം ആണെങ്കിലും മതി, 1 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പതപ്പിക്കുക. എന്നിട്ട് നമ്മൾ നീം ഓയിൽ ഉണ്ടല്ലോ, നീം ഓയിൽ ഒരു 2 അല്ലെങ്കിൽ 3 ml, അതിൽ ppm നോക്കിയിട്ട് വേണം ആക്കാനായിട്ട് കേട്ടോ. അത് ഒഴിക്കുക. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് നന്നായിട്ട് ഞെരടി അത് അരിച്ച് നല്ല രീതിക്ക് തന്നെ കൊടുക്കുക. അത് 2 ദിവസം ഇടവിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി. അപ്പൊ നിങ്ങളുടെ മുളകിന് 3 രീതിയിൽ കുരുടിപ്പ് വരും. അതിനുള്ള പരിഹാരം പറഞ്ഞു. ഇനിയിപ്പോ ഇതൊന്നും അല്ലാതെയും ഇതിനിങ്ങനെ വരും. എന്തുകൊണ്ട്? നിങ്ങളുടെ ചെടിക്ക് നിങ്ങൾ ശരിയായ രീതിയിൽ കാൽസ്യം, മാഗ്നീഷ്യം, സൾഫേറ്റ് കൊടുക്കാതിരുന്നാല് അപ്പൊ അങ്ങനെയായിട്ടും വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കാൽസ്യത്തിന് നമ്മൾ എപ്പോഴും ഡോളോമേറ്റ് കൊടുക്കണം. പിന്നെ മാഗ്നീഷ്യം സൾഫേറ്റിന് നിങ്ങൾക്ക് ഇതേപോലെ ഒരു പഞ്ചസാര പോലത്തെ ഒരു സംഭവം കിട്ടും. കണ്ടുവോ? എല്ലാവർക്കും അറിയാം മാഗ്നീഷ്യം സൾഫേറ്റ് എന്നും എപ്സം സോൾട്ട് എന്നും പറഞ്ഞ് കിട്ടുന്നതാണ്. അപ്പൊ ഇത് നിങ്ങൾ 1 ലിറ്റർ വെള്ളത്തിൽ 3/4 സ്പൂൺ എന്നുള്ള രീതിയിൽ നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന് ഡോളോമേറ്റ് കൊടുക്കാൻ മറക്കരുത്. അപ്പൊ ഡോളോമേറ്റ് കൊടുക്കുക എങ്ങനെയാണ്? ഇതിന്റെ അരികത്തെ മണ്ണൊക്കെ നന്നായി അങ്ങ് ഇളക്കി മാറ്റിയതിന് ശേഷം അതിന്റെ ചുറ്റും നമ്മള് അതൊന്ന് നനയ്ക്കുക. നനഞ്ഞ മണ്ണിൽ വേണം ഡോളോമേറ്റ് കൊടുക്കാനായിട്ട്. ചുറ്റും ഒന്ന് നനച്ച് 2 ടേബിൾ സ്പൂൺ ഡോളോമേറ്റ് ഇതിന്റെ ചുറ്റുമിട്ട് വീണ്ടും നമ്മളൊന്ന് നനച്ച് ഈ മണ്ണ് അതിന്റെ മേലോട്ട് വീണ്ടും ഇട്ടതിന് ശേഷം ആണ് നമ്മള് ഡോളോമേറ്റ് ഇട്ട് കൊടുക്കും. ഈ രീതിക്ക് വേണം ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇടുന്നത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ പലർക്കും ചെടിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ. 1 ലിറ്റർ വെള്ളം എടുക്കുക. ഈ 1 ലിറ്റർ വെള്ളത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ ഡോളോമേറ്റ് ഇട്ടിട്ട് നന്നായി കലക്കി ഈ ഗ്രോ ബാഗിന്റെ ചുറ്റുള്ള മണ്ണ് മാറ്റിയിട്ട് അതങ്ങ് നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് ചുറ്റും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മണ്ണ് അങ്ങോട്ട് നീക്കിയിട് കഴിഞ്ഞാല് ഒരു പ്രശ്നം വരില്ല. അപ്പൊ ഡോളോമേറ്റ് നേരിട്ടിടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ആരുടെയോ നാളെ ചെടിക്ക് ഒരു കേടുപാട് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറഞ്ഞത്. അപ്പൊ ഡോളോമേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞു
1 ലിറ്ററിൽ 3/4 സ്പൂണ് എപ്സം സോൾട്ട് കൊടുക്കാൻ പറഞ്ഞു. അതിനുശേഷം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ബോറോൺ എന്ന് പറഞ്ഞിട്ട്, ഇത് ചെടിയുടെ കുരുടിപ്പിന്, വളർച്ചയ്ക്ക്, പൂക്കൾ ഉണ്ടാവാൻ, കായ്ക്കാൻ വളരെ ബെസ്റ്റ് ആണ്. ഇത് വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കുന്ന ബോറോണാണ്. ഇത് വളരെ കുറവ് അളവ് മതി. 1 ലിറ്റർ വെള്ളത്തില് ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കൂടും. ഒരു നുള്ളോ 2 നുള്ളോ അത്രയും മതി എടുത്ത് നമ്മൾ നല്ല രീതിക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഇതിന് ഈ വളങ്ങളും കുറവ് മൂലമുള്ള കുരുടിപ്പാണെങ്കിൽ അത് മാറാനും അതിന് നല്ലൊരു കരുത്ത് വരാനും പ്രതിരോധ ശക്തി അഥവാ കീടങ്ങൾ വന്നാൽ തന്നെ അതിനെ ഏൽക്കില്ല. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് മുളകിനുള്ള കുരുടിപ്പ്, തക്കാളിക്കുള്ള കുരുടിപ്പൊക്കെ മാറാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിശദമായിട്ട് നിങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ, നമുക്കൊരു അസുഖം വന്ന് നമ്മൾ എന്താണ് നമ്മുടെ അസുഖം എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മളുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കണ പോലെ തന്നെ നമ്മുടെ ചെടികളെ നോക്കി അവർക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുമെന്ന് മാത്രമല്ല പിന്നീട് അത് വരാതിരിക്കാനായിട്ടും മറ്റുള്ള ചെടികളെ അത് ബാധിക്കാതിരിക്കാനായിട്ടും പറ്റും. അപ്പൊ ഇത് ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ആണ്. അപ്പൊ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.